പുറകിൽ കാണാണ്ട ഇത് ഭയങ്കര വലിയ മാർക്കറ്റാണ്. ചെന്നൈയിൽ നിന്നുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റുകളിൽ ഒന്നായ കോയമ്പേട് ഹോൾസെയിൽ മാർക്കറ്റ് കോംപ്ലക്സ് ആണ്. സിറ്റിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പേട് മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ കോയമ്പേടാണുള്ളത്. ഇപ്പോൾ ബസ് ഇറങ്ങിയുള്ളൂ വന്ന്. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് നടക്കാം. ചെന്നൈയിലെ ഹോൾസെയിൽ മാർക്കറ്റുകൾ 3 സ്ഥലത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാരണം വളരെയധികം തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷം സിറ്റിയിലെ ഈ തിരക്ക് കുറക്കുവാനായിട്ടാണ് 1996 കോയമ്പേട് എന്ന സ്ഥലത്ത് ഈ മാർക്കറ്റ് കോംപ്ലക്സ് പണി കഴിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ മാർക്കറ്റിൻ്റെ ഏരിയയിൽ എത്തിയിട്ടാ. ഇപ്പോൾ നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം പൂക്കളുടെ മാർക്കറ്റിലാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. പൂക്കളുടെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻട്രൻസിലൊന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് നടക്കാം. ഏകദേശം 295 ഏക്കറിലായിട്ടാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലുള്ളതിൽ പെരിഷബിൾ ഗുഡ്സ് മാർക്കറ്റിൽ ഏറ്റവും വലിയ മാർക്കറ്റാണിത്. ഏഷ്യയിലെ ഏറ്റവും വലിയ പെരിഷബിൾ മാർക്കറ്റ്സിലൊന്നാണ് ഇപ്പോൾ ചെന്നൈയിലുള്ള നമ്മളിപ്പോൾ നിൽക്കുന്നത് കോയമ്പേട് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ പൂക്കളുടെ സെക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൂക്കളുടെ കട നമ്മൾ പുറത്ത് തന്നെ കണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് കടകളെല്ലാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് നടന്ന് കാണാം. പൂക്കളുണ്ടോ? കളറിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചാണ്. അത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയാണ്. ഫുള്ള് റെഡ് കളറിൽ. ഈ റെഡ് കളറിൽ കാണുന്നതാണ് കേട്ടോ റോസ് ഫ്ലവർ. നമ്മുടെ ഇവിടെ റോസാപ്പൂ എന്നും ഇവിടെ റോജാപ്പൂ എന്നുമാണ് പറയണത്. ഇതാണ് മഞ്ഞ ജമന്തിപ്പൂ. ഇവിടെ സാമന്തിപ്പൂ എന്നാണ് ഇങ്ങനെ പറയുന്നത്.
ഈ കാണുന്ന വൈറ്റും ഗ്രീനും പിങ്ക് കളറും കൂടി ചേർന്ന പൂവിനെ പറയാനാണ് അർലി കദംബം. കോയമ്പേട് മാർക്കറ്റിലേക്ക് പൂക്കൾ എത്തിക്കുന്നത് ബാംഗ്ലൂർ, പിന്നെ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണഗിരി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്. നമുക്കിവിടെ കാണാം പല പേരുകളിൽ അറിയപ്പെടുന്ന കടകളാണ് ഈ പൂക്കളുടെ സെക്ഷനിൽ മാത്രമുള്ളത്. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റ് ആയതുകൊണ്ട് കിലോ കണക്കിനാണ് ഇവിടെ പൂക്കളെല്ലാം വിൽക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത് അർലി കദംബം. പൂക്കളുടെ സെക്ഷനിൽ തന്നെ ഇത്രയും കടകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഈ മാർക്കറ്റ് എന്തോരം വലുപ്പമുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പൂക്കൾക്ക് റോസാപ്പൂവൊക്കെ ആണെങ്കിൽ കിലോ 40 രൂപ 50 രൂപയൊക്കെ ഉണ്ട് ഇവിടെ പറഞ്ഞു. പിന്നെ ഇവിടെ പൂക്കൾ എടുക്കണത് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉണ്ട് പൂക്കളെടുക്കുന്നത്. ഒരു ആന്ധ്രാപ്രദേശ് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉണ്ടോ പൂക്കളെടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം മഞ്ഞ കളറിലെയും ചുമന്ന കളറിലെയും റോസാപ്പൂക്കളും മിക്സ് ചെയ്തിട്ടിരിക്കുന്നു. ഇതുപോലെ ഇവിടെ റെഡിയാക്കുന്ന പൂക്കളാണ് ചെന്നൈയിലെ പല കടകളിലേക്കും സപ്ലൈ ചെയ്യുന്നത്. ഈ കാണുന്ന പൂവിൻ്റെ പേരാണ് സമ്പങ്ങി. ഈ കാണുന്ന ചേട്ടൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് നടത്തിയിരുന്ന കടയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. ചേട്ടൻ ഈ കാണിച്ചു തരുന്ന ചെടിയുടെ പേരാണ് മരിക്കൊളുന്ത്. ഇവിടെ നമുക്ക് കാണാം ഈ ചേട്ടൻ്റെ അപ്പൻ്റെ ഫോട്ടോയാണ് ഇവിടെ ടാറ്റു ചെയ്ത് വെച്ചേക്കുന്നത് കയ്യിൽ. ഇപ്പോൾ ഇതിൽ തന്നെ 6 തരം വ്യത്യസ്ത പൂക്കളുണ്ട്. അതിൽ ലെഫ്റ്റ് ഇരിക്കുന്നതാണ് കനകാംബരം. കുറച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ കണ്ടതാണ് പല വലിപ്പത്തിലുള്ള പൂക്കളുടെ മാലകൾ. ഇത്രയും വലിപ്പമുള്ള മാലകൾക്ക് 3500 രൂപക്ക് മുകളിലാണ് ഇതിൻ്റെ വില.
ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായി കാണാം. അപ്പോൾ നമ്മൾ ഫ്ലവർ ഷോപ്പിൻ്റെ സെക്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഇനി നമുക്കടുത്തത് ഫ്രൂട്ട്സിൻ്റെ ഇതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് മാർക്കറ്റിലേക്ക് ഫ്രൂട്ട്സിൻ്റെ കോംപ്ലക്സിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ മാർക്കറ്റാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല എത്ര ഫ്ലവേഴ്സിന് തന്നെ ഇത്ര സെക്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പഴങ്ങൾ ഇപ്പോൾ കാണാം. അതിൽ റെഡ് കളറുള്ള പഴത്തിനാണ് ഏറ്റവും റേറ്റ് കൂടുതൽ ഇവിടെ. ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാം ഓറഞ്ച്, അവക്കാഡോ, ആപ്പിളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കണ്ടത് പൈനാപ്പിളിൻ്റെ ഒരു കൂട്ടമാണ്. ഇതിപ്പോൾ ഹോൾസെയിലായിട്ട് വിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബൾക്കായിട്ട് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് കൊഹിനൂർ മസ്ക്മെലൺ. തൈക്കുമ്പളം, ഷമാം, മധുരപ്പഴം എന്നീ പേരിലും അറിയപ്പെടും. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങണുണ്ട്. അപ്പോൾ അവിടെ കണ്ട പോലെ പൂക്കളുടെ സെക്ഷനിൽ കണ്ട പോലെ അധികം തിരക്കില്ല. ഇവിടെ തിരക്ക് കുറവാണ്. പിന്നെ കച്ചവടക്കാരും കുറവാണ്. മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോഴാണ് വണ്ടികളിൽ പലതരം ഫ്രൂട്ട്സുകൾ വന്ന് ഇറക്കണത് കണ്ടത്. അത് ഓരോ ലോറിയിലും ഓരോ ഫ്രൂട്ടാണ്. ഉച്ച നേരമായതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് പുറത്ത്. മാർക്കറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റുകളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി സെക്ഷൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ നമുക്ക് ഉള്ളിലെ കാഴ്ചകളാണ്.
ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വാഴല ഫുള്ള് വെട്ടിക്കീറിയിട്ടേക്കനായിട്ടാണ് കണ്ടത്. ഇവിടെ നമുക്ക് കാണാം വ്യത്യസ്ത സൈസുകളിലായി വാഴല മുറിച്ച് വെക്കുന്നത്. ഹോട്ടലുകൾക്കും മറ്റു പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലേക്കും പിന്നെ കടകളിലേക്കുമാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. പുറയിൽ കാണാണ്ട ഇത് ഫുള്ള് വാഴല ഉണ്ടോ, ഫുള്ള് വാഴല പൊതിഞ്ഞ് വെച്ചേക്കണേ. ഇനി ഇതിൽ നിന്ന് എടുത്തിട്ടാണ് കട്ട് ചെയ്ത് റെഡിയാക്കണത്. പല കൃഷിയിടങ്ങളിൽ നിന്നും എത്തിക്കുന്ന വാഴലയാണ് ഇങ്ങനെ ചെറിയ ചെറിയ സൈസുകളിലാക്കി മാറ്റുന്നത്. ഒരു വാഴല തന്നെ പല പല സൈസുകളിലായി വേർതിരിച്ച് വെക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഉച്ച സമയമായതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. ഈ കാണുന്നതാണ് മഞ്ഞൾ ചെടി. ഇത് മണ്ണിൽ നിന്നും പറിച്ചെടുത്ത ശേഷം ചെടിയുടെ അറ്റത്തുള്ള മഞ്ഞൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ക്യാബേജിൻ്റെ പുറമേയുള്ള ലെയറെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കുന്ന കാഴ്ച കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ മാർക്കറ്റിൽ വരുന്ന വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം വണ്ടിയുണ്ട്.
പക്ഷെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടാ. അപ്പോൾ 3 സ്ഥലവും നമ്മൾ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബസ് കയറി പോവും. അപ്പോൾ മാർക്കറ്റിലെ 3 കോംപ്ലക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം.